7 കാര്യങ്ങൾ ഒരു മനുഷ്യന് മരണാനന്തര ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന ജാരിയായ സ്വതക്കയാകും. ഏതൊക്കെ 7 കാര്യങ്ങൾ? ദാ എണ്ണി കേട്ടോളി. قال رسول الله صلى الله عليه وسلم 7 يجري للعبد أجرهن بعد موته في قبره. ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം അവന്റെ ഖബറിൽ പ്രതിഫലം എന്നെന്നും നിലയ്ക്കാതെ കിട്ടുന്നതായ 7 കാര്യങ്ങളുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആദ്യമായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ അല്ലമ ഇൽമാ, ഒരാൾ പരിശുദ്ധമായ ദീൻ പഠിച്ച വ്യക്തിയാണ്, ഖുർആൻ പഠിച്ച വ്യക്തിയാണ്, ഹദീസ് പഠിച്ച വ്യക്തിയാണ്, കർമ്മശാസ്ത്രം പഠിച്ച വ്യക്തിയാണ്, ദീനിൻ്റെതാകുന്ന ആദർശങ്ങളെ കൃത്യമായി പഠിച്ചെടുത്തിട്ടുള്ള വ്യക്തിയുണ്ടോ, അവന് തീർച്ചയായും ഖബറിൽ നിലയ്ക്കാതെ പ്രതിഫലം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മക്കളെ ഖുർആനിന്റെ വഴിത്താരയിലേക്ക് പറഞ്ഞു വിട്ടവരേ, മക്കളെ ഹിഫ്ളിന്റെ വാതാരങ്ങൾ തുറക്കാൻ പറഞ്ഞയച്ചിട്ടുള്ളവരെ, മക്കളെ പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കാൻ ദറസുകളിലേക്ക് പറഞ്ഞു വിട്ടവരെ, വെക്കേഷൻ സമയങ്ങളിൽ മുടങ്ങാതെ മദ്രസകൾ വിട്ടുകൊണ്ടവരെ ആലിമാക്കാൻ തുനിഞ്ഞവരെ, രക്ഷയാണ് രക്ഷയാണ്. ഇൽമ പഠിച്ചെടുത്തിട്ടുള്ള ഏതൊരു വ്യക്തിയുണ്ടോ, അത് പഠിക്കാൻ വേണ്ടി സമയങ്ങൾ മാറ്റിവെച്ചിട്ടുള്ള മുത്തഅല്ലിമുണ്ടോ, അവനെന്നും നിലയ്ക്കാതെ ഖബറിൽ പ്രതിഫലമാണ്. ഖബറിലേക്ക് ചെന്നാലും കൂരിട്ടാകുന്ന ഖബർ അവന് പ്രകാശമാണ്, പ്രകാശമാണ്. യജ്രീലിൽ അബ്ദി അജ്റുഹുന്ന ബഅദ മൗതിഹി, മരിച്ചു പോയാലും ഖബറിൽ പ്രതിഫലം കിട്ടുന്നതായ 7 കാര്യങ്ങളെ എണ്ണിയ കൂട്ടത്തിൽ ആദ്യമായി പ്രവാചകൻ പഠിപ്പിച്ചത് വിജ്ഞാനം നുകരലാണ്.